യോജിപ്പും സ്വാധീനങ്ങളും വേർപെടുത്തുന്നത് സാധ്യമാണ്. എന്നാൽ ഒന്നോ അതിലധികമോ പഴയ പാറ്റേണുകൾ ആവർത്തിക്കുന്നതിലൂടെ ആവശ്യമായ സ്വയം പരിവർത്തനം നിങ്ങൾ വൈകിപ്പിക്കുന്നു. നല്ല സ്വാധീനം ചെലുത്താൻ മാനദണ്ഡങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് മാറ്റങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് വിശാലമാക്കും. ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ ബാഹ്യമായ വ്യക്തിക്ക് നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു പരിഹാരവുമില്ല. പകരം, നിങ്ങളാണ് പരിഹാരമെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളെ അമിതമായി ആശ്രയിക്കുന്നതിനാൽ നിങ്ങളുടെ യഥാർത്ഥ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്നതിന് നിങ്ങളുടെ വിധി തടസ്സപ്പെടുത്തി. അതേ തെറ്റുകൾ ഒഴിവാക്കുന്നതിലൂടെ, നിങ്ങളുടെ ആന്തരിക ലോകത്ത് നിങ്ങൾ മറച്ചുവെച്ച അതേ വികാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണ്. നിങ്ങളുടെ പോരായ്മകളെക്കുറിച്ച് ആഴത്തിലുള്ള ഭയമുണ്ട്. അത് നിങ്ങൾ രൂപം ശരിയാക്കുകയും റൂട്ട് പ്രശ്നം ഒഴിവാക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായ ചിത്രമില്ലാതെ മാറുന്നത് നിങ്ങളുടെ മനസ്സിന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. തൽഫലമായി, നിങ്ങൾ സ്വയം സഹതാപവും സങ്കടവും ശേഖരിച്ചു, സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഫലപ്രദമായി മാറുന്നതിന്, നിങ്ങളുടെ ശ്രദ്ധ ബാഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിന്ന് നെഗറ്റീവ് വികാരങ്ങൾ പുറത്തുവിടുന്നതിലേക്ക് മാറണം. നിങ്ങളുടെ വൈകാരിക അടിച്ചമർത്തൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വളർത്തുകയും വേരൂന്നുകയും ചെയ്തു. ഒന്നോ അതിലധികമോ വികാരങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ വികാരം അമിതമാണ്. കൂടുതൽ ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന ആശയം നിങ്ങൾ ഉപേക്ഷിക്കണം, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ. നിങ്ങളുടെ കണ്ടീഷനിങ്ങിൽ നിന്ന് മോചനം നേടുക. നിങ്ങൾ സ്വയം ചെയ്തുകൊണ്ടിരുന്നതിന് വിപരീതമായി മാത്രം ചെയ്യുക. നിങ്ങളുടെ ആന്തരിക ലോകത്ത് നിങ്ങൾ സൃഷ്ടിച്ചതിന് നിങ്ങൾ ഉത്തരവാദിയാണ്. അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളോട് കള്ളം പറയില്ല. നേരെ മറിച്ച്, നിങ്ങൾക്ക് സ്വയം കള്ളം പറയാൻ കഴിയും. നിങ്ങൾ മാറ്റത്തെ സ്വീകരിക്കുകയോ മാറ്റത്തെ എതിർക്കുകയോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന റോളിനെക്കുറിച്ച് ബോധവാനായിരിക്കുക. നല്ലത് യഥാർത്ഥത്തിൽ നല്ലതല്ലെന്ന് നിങ്ങൾ കരുതുന്നു. യഥാർത്ഥ വിവേചനാധികാരം ലഭിക്കുന്നതിന്, നിങ്ങളുടെ മനസ്സിന് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും സമന്വയിപ്പിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ പലപ്പോഴും ആത്മാവിനെ ഉപേക്ഷിക്കുന്നു. നിങ്ങളുടെ സഹജമായ കഴിവ് ഉപയോഗിച്ച് നിങ്ങളുടെ ആത്മാവിനെ ഉയർന്ന ആവൃത്തിയിലേക്ക് ഉയർത്തണം. ഉത്ഭവം മുതൽ, നിങ്ങളുടെ ആത്മാവ് പ്രകാശത്തിന്റെ ഒരു സത്തയാണ്. അന്ധകാരത്തോടുള്ള നിങ്ങളുടെ പൊരുത്തപ്പെടുത്തൽ കാരണം അത് ജ്വലിപ്പിക്കാനുള്ള നിങ്ങളുടെ അവസരത്തെ നശിപ്പിക്കരുത്. ഓരോ ജീവിതവും പൂർണ്ണമായി അനുഭവിക്കുക എന്നത് അനിവാര്യമാണ്. ആത്മബന്ധം നിങ്ങളുടെ അഹംഭാവത്താൽ പകരമാകുമ്പോൾ, നിങ്ങൾക്ക് യഥാർത്ഥ സംവേദനം നഷ്ടപ്പെടും. നിങ്ങളുടെ ആധികാരിക ഹൃദയത്തിൽ നിന്നാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നിലനിൽക്കുന്ന സമൃദ്ധി സാധ്യമാണ്. അതിനാൽ നിരുപാധികമായ സ്നേഹപോഷണത്തോടുകൂടിയ നിങ്ങളുടെ മൃദുവായ സ്പർശനം ആവശ്യമുള്ളതിനാൽ നിങ്ങളുടെ ആന്തരിക ലോകത്തിലേക്ക് എത്തിച്ചേരുക. നിങ്ങളുടെ ആത്മാവിന്റെ സുപ്രധാന ശക്തിയിൽ മുങ്ങാൻ നിഷേധാത്മക വികാരങ്ങൾ സൃഷ്ടിച്ച് സമയം പാഴാക്കരുത്. ജീവിതം കർമ്മചക്രത്തിലാണ്. അതിന്റെ ഉയർന്ന ലക്ഷ്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഉയർന്ന ലക്ഷ്യത്തെ നിങ്ങൾ അപൂർവമായി അംഗീകരിക്കുന്നു. നിഷേധാത്മകതകൾ കാരണം, ഓരോന്നും നന്നാക്കുന്നതുവരെ കർമ്മം ഒഴിവാക്കാനാവാത്തതാണ്. അതിനാൽ നിങ്ങൾക്ക് വിമോചനത്തിലും ആധികാരികതയിലും യഥാർത്ഥ രൂപത്തിലും ജീവിക്കാൻ കഴിയും. ഉള്ളിന്റെ ഉള്ളിൽ, ജനനം, മരണം, പുനർജന്മം തുടങ്ങി നിരവധി ജീവിതങ്ങൾക്ക് ശേഷം, നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ പരിചയം നിങ്ങൾക്കറിയാം.